എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബന്ധങ്ങളിൽ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. പുരുഷന്മാരെ എങ്ങനെ മനസ്സിലാക്കാം? പല സ്ത്രീകളും പറയാറുണ്ട്, അയാളൊന്നും തുറന്നു പറയില്ല, അയാൾ എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ വിഷമം പറഞ്ഞാൽ പോലും അയാൾ കേൾക്കാതെ സൊല്യൂഷൻ പറയാൻ തുടങ്ങും, ഒന്ന് മിണ്ടാതിരുന്നാൽ എനിക്ക് പേടിയാകും. പക്ഷേ സത്യം അറിയണോ? എന്താണ് സത്യമെന്ന്? പലപ്പോഴും പ്രശ്നം സ്നേഹക്കുറവല്ലെന്നും പ്രശ്നം കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഡിഫറൻസ് ആണെന്നും തിരിച്ചറിയുക. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പുരുഷന്മാരെ മനസ്സിലാക്കുക, സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഈ 5 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു സ്ത്രീക്ക് അവളുടെ പുരുഷന്റെ പെരുമാറ്റം കുറച്ച് കൂടുതൽ ശാന്തമായി കാണാൻ കഴിയും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. നിങ്ങൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പുരുഷനെ മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ചാറ്റിലൊന്ന് മറുപടി പറയുക. അത് അയാളുടെ മൗനമാണോ, ദേഷ്യമാണോ, അല്ലെങ്കിൽ സൊല്യൂഷൻ പറയലാണോ, അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നതാണോ, ഫ്രണ്ട്സുമായിട്ടുള്ള സംസാരമാണോ, സമയം ഇല്ലാത്തതാണോ, റെസ്പെക്റ്റ് ഇല്ലാത്തതാണോ? എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥ വിഷയം? ഒന്ന് എല്ലാവരും ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഈ ഉത്തരം എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ തീരുമാനിച്ച ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിൽ കിടക്കാം. സൈലൻസ്. യെസ്, യെസ്, പറഞ്ഞു. നോ ടൈം. യെസ്. റെസ്പെക്ട്. സൈലൻസ്. റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത്. യെസ്. സൈലൻസ്. പറയുന്നത് ശ്രദ്ധിക്കില്ല. ഓക്കെ. സൈലൻസ്. നോ റെസ്പെക്ട്. റെസ്പെക്ട്. ദേഷ്യം. സൈലൻസ്. റോമിംഗ് വിത്ത് ഫ്രണ്ട്സ്. വെരി ഗുഡ്. റെസ്പെക്ട്. ദേഷ്യം. സൈലൻസ്. ഈ റെസ്പെക്ട് എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് നിങ്ങളോട് റെസ്പെക്ട് ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ തീരെ കെയർ ചെയ്യില്ല. നീ പോയി അവിടുന്ന് എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലേ? അതിനെയാണ് ഇത് പറഞ്ഞത്. പറയട്ടെ എല്ലാവരും? ഫാസ്റ്റ്. കമന്റിൽ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുമെന്ന് നിങ്ങൾ നോക്കാം. പോയിന്റ് നമ്പർ 1. പുരുഷന്മാർ സ്നേഹം പലപ്പോഴും പ്രവൃത്തികളിലൂടെ കാണിക്കുന്നു. എഴുതി വെച്ചോളൂ. പുരുഷന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പുരുഷന്മാർ സ്നേഹം പലപ്പോഴും പ്രവൃത്തികളിലൂടെ കാണിക്കുന്നു. നോക്കൂ, പല സ്ത്രീകൾക്കും സ്നേഹം കേൾക്കണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നീ ഇല്ലാതെയുള്ള ജീവിതമേ ഇല്ല, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? വാക്കുകൊണ്ട് ചോദ്യം ചോദിച്ചാൽ തന്നെ മിക്ക സ്ത്രീകൾക്കും ആശ്വാസമാകും. ഇത് സ്ത്രീകളുടെ ഹൃദയത്തിന് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ചോദിക്കുക, അവരെന്ന് അന്വേഷിക്കുക. പക്ഷേ പല പുരുഷന്മാർക്കും സ്നേഹം വാക്കുകളിലൂടെ പറയുന്നതിനേക്കാൾ പ്രവൃത്തികളിലൂടെ കാണിക്കുന്നതാണ് എളുപ്പം. കാരണം പുരുഷൻ അങ്ങനെയേ പറ്റത്തുള്ളൂ. അവൻ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും, വണ്ടി സർവീസ് ചെയ്യിപ്പിക്കും, കുടുംബത്തിനായി ജോലി ചെയ്യും, പ്രശ്നം വന്നാൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തും. നിങ്ങൾ പറഞ്ഞ ഒരു പ്രാക്ടിക്കൽ കാര്യം സൈലൻ്റായി, എന്തെങ്കിലും ഒരു ചെയ്യേണ്ട കാര്യം സൈലൻ്റായി അങ്ങ് ചെയ്തു കൊടുക്കും. അപ്പോൾ സ്ത്രീ നേരെ തിരിച്ചാണ്. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയും, സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ പറയില്ല. പക്ഷെ അവൻ്റെ മനസ്സിൽ ഒരുപക്ഷെ നേരെ തിരിച്ചായിരിക്കും, ഞാൻ ഇത്രയും ചെയ്യുന്നത് തന്നെ സ്നേഹമല്ലേ എന്നാണ് പുരുഷൻ ചോദിക്കുക. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരുഷന്റെ സ്നേഹം എല്ലായ്പ്പോഴും വാക്കുകളിൽ വരണമെന്നില്ല.
ചിലപ്പോൾ അത് ഉത്തരവാദിത്വമായിട്ടായിരിക്കും വരുന്നത് എന്നത്. ഇത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചാറ്റിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് വാക്കുകളേക്കാൾ പ്രവൃത്തികളിലൂടെ സ്നേഹം കാണിക്കുന്ന ഒരു പുരുഷൻ അറിയാമെങ്കിൽ നിങ്ങൾ എസ് എന്ന്, ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, അറിയാമെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം സംഭവിക്കുന്നത്? എസ് ആണല്ലേ. പോയിന്റ് നമ്പർ എല്ലാവരും അനുഭവം സമ്മതിക്കുമല്ലോ. യെസ്, ഇങ്ങനെ തന്നെയാണ്. കാരണം അങ്ങനെയാണ് പുരുഷൻ. പിന്നെ അത് പറഞ്ഞിട്ട് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് അവന്റെ ജനിതകമായ സ്വഭാവമാണത്. ഇത് ഞാൻ പുതിയതായിട്ട് പറഞ്ഞ എല്ലാ 90% കോമൺ ആയിട്ടുള്ള പുരുഷന്മാരും ഇങ്ങനെയാണ്. നോ. അതെന്താണ് നോ പറയാൻ? ഒന്നും ചെയ്യില്ല എന്നാണോ? തോന്നലാണ്. അയാളെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ അതിലെ വ്യത്യാസം. പിന്നെ ചില കുഴിമടിയന്മാരുണ്ടാവും. അത് ഒരു 90%, ഞാൻ 90% പറഞ്ഞു, 10% വ്യത്യാസമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പുരുഷന്മാർക്ക് ബഹുമാനവും അംഗീകാരവും വലിയ ആവശ്യമാണ്. പല പുരുഷന്മാർക്കും ബന്ധത്തിൽ ഏറ്റവും പ്രധാനമായി തോന്നുന്നത് റെസ്പെക്റ്റ് ആണ്. അപ്പൊ റെസ്പെക്റ്റ് എന്നതിൻ്റെ അർത്ഥം അവൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് സമ്മതിക്കുന്നതല്ല. റെസ്പെക്റ്റ് എന്നത് അവന്റെ ആത്മമൂല്യം തകർക്കാതെ സംസാരിക്കുക എന്നതാണ്. നിനക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല, നിങ്ങളെ കൊണ്ട് ഒന്നും കൊള്ളത്തില്ല, നിങ്ങൾ ഒരിക്കലും മാറത്തില്ല, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇത്തരം വാക്കുകൾ ഒരു പുരുഷന്റെ ഉള്ളിൽ വലിയ മുറിവുണ്ടാക്കും. ഇത് വലിയൊരു വിഷയമാണ്. ഇത് സാധാരണ മിക്ക കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. ഇതേ കാര്യത്തെ നമുക്ക് ലളിതമായി പറയാനും പറ്റും. നിനക്കൊന്നും ശരിയായി ചെയ്യാൻ അറിയില്ല എന്നതിനെ മക്കൾ ലളിതമാക്കി ഒരു പൊളൈറ്റായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ഈ കാര്യം നമുക്ക് കുറച്ച് വേറെ രീതിയിലൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന് വളരെ മിതമായി പറഞ്ഞ് അവനെ കൊണ്ടുവരാൻ പറ്റണം. കാരണം ക്രിട്ടിസൈസം നടക്കത്തില്ല അവൻ്റെ അടുത്ത്. അവിടെ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അപ്പൊ പുരുഷന്മാർക്ക് അപ്രിസിയേഷൻ വളരെ പ്രാധാന്യമാണ്. നിങ്ങളത് ചെയ്തത് ഒരിക്കലും സഹായമായി, നിങ്ങൾ എഫേർട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഓ അത് നിങ്ങൾ കൊണ്ടുവന്നുവല്ലോ, അത് വളരെ സന്തോഷമാണ് എനിക്ക്, നീ കൂടെ ഉണ്ടെന്ന്, നിങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര സ്ട്രെങ്ത് ആണ് എന്നൊക്കെ കേൾക്കുമ്പോൾ പുരുഷൻ ഒരു പിടുത്തം ഉണ്ടാവും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ചെറിയൊരു വാക്കാണ്, പക്ഷെ ഇതിന്റെ ഇമോഷണൽ എനർജി വളരെ വലുതാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഒരു പുരുഷനെ നമുക്ക് തിരുത്താൻ സാധിക്കും, പക്ഷെ തകർത്തിട്ട് തിരുത്താൻ നോക്കിയാൽ അത് നടക്കത്തില്ല. ഇത് വളരെ വലിയ പാഠമായി നിങ്ങൾ എടുക്കണം. പലപ്പോഴും പറ്റുന്ന വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ് ഇത്. നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞത് ഉണ്ടെങ്കിൽ കമൻ്റ് ഒന്നും ചെയ്യണ്ട, അത് മാറ്റാൻ തുടങ്ങുക. ക്രിട്ടിസൈസമും അവൻ അംഗീകരിച്ച് അവനെ ബൂസ്റ്റപ്പ് ചെയ്യുക മാത്രമേ പറ്റുള്ളൂ. എന്നിട്ട് നമ്മളെ രീതിയിൽ കൊണ്ടുവരണം. അല്ലാതെ അവനെ ക്രിട്ടിസൈസ് ചെയ്ത് അവനിതാക്കി കഴിയാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഗെറ്റിംഗ് ദ പോയിന്റ്? നിങ്ങളുമായി കണക്ട് ആവുന്നുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളെ നിത്യജീവിതത്തിൽ കണക്ട് ആവുന്നുണ്ടോ? കണക്ട് ആവുന്നുണ്ട്. രണ്ട് പറഞ്ഞു നിങ്ങളെ സംബന്ധിച്ച് ഓക്കെ, എസ് ഓർണോ? രണ്ടും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ അല്ലയോ? എല്ലാവരും പറഞ്ഞ് രണ്ട് പോയിന്റിൽ മിസ്റ്റേക്ക് ഉണ്ടോ? എസ് ഓർണോ, എസ് ഓർണോ, എസ് ഓർണോ, പെട്ടെന്നായിക്കോട്ടെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പുരുഷന്മാർക്ക് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് എളുപ്പം. പുരുഷന്മാർക്ക് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അവരുടെ രീതി. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത് അറിയോ? സ്ത്രീകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹിന്ദി പറഞ്ഞ് സംസാരിക്കും. നല്ല തണുപ്പുണ്ടല്ലേ, അർത്ഥം എന്താണെന്നറിയോ? എ സി ഒന്ന് കുറക്കുന്ന. നിങ്ങൾ ബിസിയാണോ? ഇത്രേ ചോദിക്കുള്ളൂ. പക്ഷെ അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്നറിയോ? ബിസിയാണോ എന്ന് ചോദിക്കുന്നത്. എനിക്ക് ഇച്ചിരി അറ്റൻഷൻ തരുമെന്നാണ് ഈ ചോദിക്കുന്നത്. എന്നെ ഒന്ന് ശ്രദ്ധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ചോദിക്കുന്നത് നേരെ തിരിച്ചാണ്. നിങ്ങൾ തിരക്കാണോ? എന്തിനാ? അപ്പൊ ചോദിക്കും എന്തിനാ? ഇല്ല, തിരക്കാണെങ്കിൽ വേണ്ട, പിന്നെ പറഞ്ഞ കാര്യം പോയി. അപ്പൊ അടുത്ത ചാട്ടം ചാടും, പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പോകും. അല്ലേ? ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ സംഭവിക്കുന്നല്ലേ? ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
പല പുരുഷന്മാർക്കും ഈ ഹിഡൻ ആയിട്ടുള്ള മീനിങ് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഒന്ന് എന്താണ് പറഞ്ഞതെന്ന് ഒരു പിടിയില്ല. ബിസിയാണോ വെച്ചാൽ ഞാൻ ബിസിയാണ്, അല്ലെ ബിസി അല്ല. അതിൻ്റെ ഉദ്ദേശം ഇത് എൻ്റെ അറ്റൻഷൻ എടുക്കാനാണ് ഇവർ ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എ സി ഉറക്കൂ എന്ന് പറയുന്നതിന് നല്ല തണുപ്പുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എ സി ഉറക്കാനാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടേയില്ല. ഇതിന് മാറ്റിയാൽ മതി. പെണ്ണുങ്ങൾ ചോദിക്കുകയാണ് ഇന്ന് നല്ല തണുപ്പുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അതെ നല്ല തണുപ്പുണ്ടെന്ന് പറയും. അവിടെയാണ് ആ തിരിച്ച് കേൾക്കുമ്പോഴാണ് ആൾക്ക് ദേഷ്യം വരും, പെണ്ണുങ്ങൾക്ക് ദേഷ്യം വരിക. എന്താണ് ഇത്രയും പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഒന്നും മനസ്സിലായില്ലല്ലോ, എ സി ഉറക്കാനല്ലേ ഞാൻ പറഞ്ഞത് എന്ന് രണ്ടാമത്തെ ഡയലോഗ് വരുമ്പോൾ അവിടെ ഒരു കൊളാപ്സ് നടക്കും. ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ സ്നേഹത്തോട് വ്യക്തമായി പറയുക, ആ എ സി ഒന്ന് കുറക്കാവോ, കഴിഞ്ഞോടെ മാറ്റർ. ഡയറക്റ്റ്, എനിക്ക് കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഡയറക്റ്റ്. നിങ്ങളിപ്പോൾ സൊല്യൂഷൻ ഒന്നും പറയേണ്ട, എന്നെ ഒന്ന് കേട്ടാൽ മതി. റെഡി. നിങ്ങൾ എന്നെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്താൽ എനിക്ക് സന്തോഷമാവും. അതിന് പകരം നമ്മൾ പല ചപ്പടി വിദ്യകൾ കാണിക്കും ഈ അപ്രിസിയേഷൻ കിട്ടാനായിട്ട്. അത് അറിയത്തുമില്ല. കറി അല്ലെ ഏറ്റവും എളുപ്പം ഇതാണ്. ഭക്ഷണം ഉണ്ടാക്കിയ മുമ്പിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും, കാത്തിരിക്കും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന്. എന്തിനാണെന്നറിയോ? നല്ല കറിയുന്ന ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, അപ്പം അയാൾ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞു പോകും. അപ്പോഴാണ് പറഞ്ഞത് ദുഷ്ടൻ ഇത്രയും നല്ല സാധനം ഉണ്ടാക്കിയിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അങ്ങ് നേരെ ചോദിച്ചാൽ മതി, എങ്ങനെ ഉണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞേ എന്ന് മുഴുവൻ സെന്റൻസ് പറഞ്ഞാൽ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ട് പോകും. ഇത് പറയില്ല. കാരണം പുരുഷന്മാരുടെ പ്രത്യേകത, അവർക്ക് മൈൻഡ് റീഡ് ചെയ്ത് വർത്താനം സംസാരിക്കില്ല. അതുകൊണ്ട് വ്യക്തമായ സ്നേഹഭാഷ ഉപയോഗിക്കുക. ഇത് വളരെ കൃത്യമായി ചെയ്യുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്ട്രെസ് വന്നാൽ പുരുഷന്മാർ ചിലപ്പോൾ സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം വന്നാൽ പല സ്ത്രീകളും അത് സംസാരിച്ച് പ്രോസസ്സ് ചെയ്ത് കളയും. സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സ് തെളിയും, ആരോടെങ്കിലുമൊക്കെ പറയും. പക്ഷെ പുരുഷൻ നേരെ തിരിച്ചാണ്. കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാൻ അവൻ ആഗ്രഹിക്കും, അതാണ് അവൻ താല്പര്യം. അവൻ മിണ്ടാതിരിക്കും, ഫോൺ നോക്കും, അല്ലെങ്കിൽ ടി വി കാണും, വണ്ടിയെടുത്ത് പുറത്തെങ്ങോട്ടെങ്കിലും പോകും, ഗെയിം കളിക്കും, സ്പോർട്സ് കളിക്കും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ പെണ്ണുങ്ങൾക്ക് എന്താ തോന്നുക? അയാൾ എന്നെ ഒഴിവാക്കുന്നു, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നോടൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് മനസ്സിലാക്കണം, ഇത് ഒഴിവാക്കലല്ല, അതവൻ സ്ട്രെസ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ അവനോട് പറയേണ്ടത്, നിങ്ങൾക്ക് കുറച്ച് സമയം വേണമെങ്കിൽ എടുത്തോളൂ, പക്ഷെ ഞാനിവിടെ ഉണ്ടെന്നറിയുക. സംസാരിക്കാൻ തോന്നുമ്പോൾ ഞാൻ നിങ്ങളെ കേൾക്കാമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ആ വിഷയം അവിടെ തീർക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ? ഒരിക്കലും അത്തരം സമയങ്ങളിൽ ഒരു കൺട്രോൾ വോയിസുമായി പോവരുത്, പകരം സപ്പോർട്ടുമായി പോകണം. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്. നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വന്നാൽ നമ്മുടെ പങ്കാളി, വീട്ടിലെ പുരുഷൻ ആദ്യം എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് മറുപടി പറഞ്ഞേ. ഒരു പ്രശ്നം വരുമ്പോൾ അയാൾ ഇതും ചെയ്യുന്നത്, അയാൾ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുമോ, മിണ്ടാതിരിക്കുമോ, ഒറ്റയ്ക്കിരിക്കുമോ, ദേഷ്യപ്പെടുമോ? എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എടുത്തേ. 1 2 3 4 5. അയാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന 2 ടൈപ്പ് ചെയ്തോളൂ, ഒറ്റയ്ക്കിരിക്കുന്ന 3 ടൈപ്പ് ചെയ്തോളൂ, ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ 4 ടൈപ്പ് ചെയ്തോളൂ. യെസ്, സൈലന്റ്, ദേഷ്യം, യെസ്, ദേഷ്യം, സൈലന്റ്. പോയിന്റ് മനസ്സിലായിട്ട് നിങ്ങൾക്ക്? 1 സംസാരിക്കുന്നു, 2 മിണ്ടാതിരിക്കുന്നു, 3 ഒറ്റയ്ക്കിരിക്കുന്നു, 4 ദേഷ്യപ്പെടുന്നു. അധികം നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നത് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ പോയ ഇവിടെ അത് ദേഷ്യപ്പെടാനുള്ള കാരണം ഇത് ഈ പറഞ്ഞതിലുണ്ടാവും. നമ്മളപ്പോൾ കരുത് നിങ്ങൾ തന്നെ പറയാൻ പറ്റില്ലല്ലോ, നമ്മളത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം എനിക്കല്ലേ, നമ്മൾ മാന്തും. എന്താ ഇങ്ങനെ ഇരിക്കണം, ഇന്നോട് പറയാന്ന്. അപ്പൊ 2 ചാട്ടം തിരിച്ചാടുമ്പോൾ പറയും, എനിക്കൊരു സമാധാനം തരുമോ നീ എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഞാനാണ് ഈ വീട്ടിലെ അയാൾ വേറെ 100 പ്രശ്നത്തിലായിരിക്കണം. അപ്പൊ പറയും, അപ്പൊ ഞാനാണ് ഈ വീട്ടിലെ സമാധാനം കളയുന്നതല്ലേ, നിങ്ങൾ പറഞ്ഞത് കാണിച്ചത്. പിന്നെ ഏതൊക്കെ തുടങ്ങുന്നറിയോ? കല്യാണം കഴിച്ചിട്ട് ആദ്യ ദിവസം പറഞ്ഞ വാക്കടക്കം വരും. ആ സമയത്ത് അവനില്ല, സമാധാനം മുഴുവൻ പോകും. 5ാമത്തെ പോയിന്റും കൃത്യമായി മനസ്സിലാക്കുക. പുരുഷന്മാർക്ക് എല്ലാവർക്കും ഇമോഷൻസുകളുണ്ട്, പക്ഷെ പലർക്കും അത് പറയാൻ അറിയില്ല.
ദേ ഹാവ് എൻ ഇമോഷൻ ബട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പറയില്ലേ, ആൺകുട്ടികൾ കരയരുത്, സ്ട്രോങ് ആയിരിക്കണം, വേദന പുറത്ത് കാണിക്കരുത്, ഭയമുണ്ടെന്ന് പറയരുത്, അല്ലേ? നമ്മൾ സാധാരണ പറയുന്നില്ല, ആൺകുട്ടി ഛേ നീ ആൺകുട്ടിയായിട്ട് കരയേ പാടില്ല, നിനക്ക് ധൈര്യം വേണം. എങ്ങാനും അതാണ് ദേഷ്യം കണ്ട് മിണ്ടാതിരുന്ന ഉറപ്പാണ്, എന്തോ ടെൻഷൻ ഉണ്ടെന്ന് അറിയാം, എങ്ങാനും ചോദിച്ചാൽ തലയെടുക്കും. അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മിണ്ടാതെ ഇരുന്നോളൂ, അതാണ് ഏറ്റവും എളുപ്പത്തെ വഴി. പുരുഷന്മാർക്ക് എല്ലാവർക്കും വികാരമുണ്ട്, പക്ഷെ പലർക്കും അത് പറയാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ സൊസൈറ്റി ഉണ്ടാക്കി വെച്ച കുറേ ധാരണകളുണ്ട്. ആൺകുട്ടികൾ കരയാൻ പാടില്ല, അവർ സ്ട്രോങ് ആയിരിക്കണം, വേദന പുറത്ത് കാണിക്കരുത്, ഭയമുണ്ടെന്ന് കാണിക്കരുത്, അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ അവൻ വളരുമ്പോൾ പുറത്ത് സ്ട്രോങ് ആയി കാണും, പക്ഷെ ഉള്ളിൽ പല വികാരങ്ങളും ഉണ്ടാവും എന്നുള്ള സത്യമാണ്. എല്ലാവർക്കും ഭയമുണ്ട്, വേദനയുണ്ട്, പരാജയപ്പെട്ടു പോകുമെന്നുള്ള പ്രഷറുണ്ട്, റിജക്ഷൻ, അല്ലെ, ആൾക്കാരെന്നെ ഒറ്റപ്പെടുത്തി പോകുമോ എന്നതിൽ വേദനിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. പക്ഷേ അത് പലപ്പോഴും കണ്ണീരായി കാണിക്കാൻ അവർക്കറിയില്ല എന്നുള്ളതാണ്. അപ്പം അതിന് പകരം അത് ദേഷ്യമായി പുറത്തു വരുന്നു, മൗനമായി പുറത്തു വരുന്നു, ജോലിയിൽ മുഴുകലായി പുറത്തു വരുന്നു, ഒറ്റക്കിരിക്കലായി പുറത്തു വരുന്നു. ഇവിടെയാണ് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം. അവന് ജഡ്ജ്മെന്റ് ഫ്രീ സ്പേസ്, അവനെ മനസ്സിലാക്കാനുള്ള ഒരു ഫ്രീ സ്പേസ് ഒന്ന് നൽകുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നു എങ്കിൽ എന്നോട് പറഞ്ഞോളൂ എന്ന് പറയുക. ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യൊന്നുമില്ല, കുറ്റപ്പെടുത്തില്ല. അങ്ങനെ കേൾക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ, വളരെ എനിക്കറിയാവുന്ന ഒരുപാട് ഫാമിലീസ്. എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും സമയത്ത് ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ മാന്താനൊന്നും വരില്ല, എന്താ വിഷയം എന്ന് ചോദിക്കും, നമ്മളൊന്നും പറയാതെ ഉണ്ടായിരിക്കും. പിന്നെ വന്ന് ചോദിക്കും, നമുക്ക് ശരിയാക്കാം, അത് അങ്ങനെ പറയാം, ഇങ്ങനെ ചെയ്യാമെന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ അതിനകത്ത് നിന്ന് വേർതിരിച്ച് വഴിതിരിച്ചു കൊണ്ടുവരും. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഭവമാണ്, അംഗീകാരമാണ്. ഈ ഒരു സപ്പോർട്ട് നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ പറഞ്ഞത് ഇത്രയാണ്. അവിടെ ഒരിക്കലും ഭയത്തിന് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വഴക്കിന് വഴി വെക്കാതെ അവൻ്റെ മൗനത്തിന് പിന്നിൽ ചിലപ്പോൾ അഹങ്കാരമല്ലെന്നും പറയാൻ പഠിക്കാത്ത വേദനയാണെന്ന് തിരിച്ചറിയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇമോഷൻസ് വളരെ കൃത്യമാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞത് 5 കാര്യങ്ങളാണ്. ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞുതരാം. പുരുഷന്മാർ സ്നേഹം പലപ്പോഴും പ്രവൃത്തികളിലൂടെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ, അവർക്ക് ബഹുമാനവും അംഗീകാരവും വളരെ പ്രധാനമാണ്. അവർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇഷ്ടം. നാലാമത്തത്, സ്ട്രെസ് വന്നാൽ അവർക്ക് കുറച്ച് സ്പേസ് വേണം, അത് കൊടുക്കണം. അഞ്ചാമത്തത്, അവർക്ക് വികാരങ്ങളുണ്ട്, പക്ഷെ പറയാൻ അവർക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് സെഷൻ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനിയും ഇതിൻ്റെ കുറച്ചും കൂടി കാര്യമുണ്ട്. സൈക്കോളജിക്കൽ ഒരുപാട് 15ഓളം കാര്യങ്ങളുണ്ട്. ഞാൻ 5 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുരുഷന്മാരെ മനസ്സിലാക്കുക എന്നത് അവരെ ന്യായീകരിക്കുക എന്നതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. അവരുടെ പെരുമാറ്റത്തിൻ്റെ പിന്നിലെ മനസ്സ് വായിക്കാൻ പഠിക്കുക എന്നത് മാത്രമാണ്. കാരണം ബന്ധത്തിൽ സമാധാനം വേണമെങ്കിൽ ഒരാളെ മാറ്റാനല്ല തുടങ്ങേണ്ടത്, ആദ്യം അവരെ മനസ്സിലാക്കാനാണ് തുടങ്ങേണ്ടത്. അപ്പം ചിലപ്പോൾ ബന്ധങ്ങൾ മാറാൻ വലിയ തെറാപ്പികളൊന്നും വേണ്ട, ചെറിയ അണ്ടർസ്റ്റാൻഡിങ് മതി. ഇവിടെയാണ് നമ്മുടെ ലോ മാഗ്നറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ പ്രശസ്തീകരിക്കുന്നത്. ലോ മാഗ്നറ്റിൽ ഞാൻ 1-2 ആൾക്കാരെ ഒന്ന് ജസ്റ്റ് കാര്യങ്ങൾ ട്യൂൺ ചെയ്തതേ ഉള്ളൂ. ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയ ആൾക്കാർ കുറച്ച് ദിവസം കൊണ്ട് നല്ല ബന്ധങ്ങളിലേക്ക് മാറിയ വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്, ക്ലാസ്സാണ് ലോ മാഗ്നറ്റ്. അപ്പം ഇതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളവർ ആ കോഴ്സ് വാങ്ങിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇത് വളരെ കൃത്യമായിട്ട് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ഇത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലോ മാഗ്നറ്റ് കോഴ്സിനെ പറ്റി അഡ്മിനെ വിളിച്ച് ചോദിക്കുക, നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ പഠിക്കാനായിട്ട്. നോക്കൂ, പല സ്ത്രീകളും ചോദിക്കുന്നൊരു ചോദ്യം, അയാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാറില്ല, പക്ഷേ അയാൾ സൈലൻ്റായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുടുംബത്തിനായി ജോലി ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, വണ്ടി നോക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അവൻ്റെ സ്നേഹം എല്ലായ്പ്പോഴും വാക്കുകളിൽ വരണമെന്നില്ലെന്നും ചിലപ്പോൾ അത് ഉത്തരവാദിത്വമാണെന്നും കൃത്യമായി നിങ്ങൾ ബോധപ്പെടുത്തി വെക്കുക. കാരണം നിങ്ങൾ അയാളുടെ വാക്കുകളല്ല നോക്കേണ്ടത്, അയാളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുക.
അപ്പോഴാണ് നമുക്ക് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക എന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.